നാർസിസ്റ്റ് നിന്റെ അടുത്തൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ടും നിന്നെ ചീറ്റ് ചെയ്യും. നീ വിചാരിക്കും നിന്നെ കൊള്ളൂല്ലാഞ്ഞിട്ടാണ്, നിന്റെ എന്തെങ്കിലും തെറ്റ് കാരണമാണ് അവർ വേറെ പോയതെന്ന്. പക്ഷെ അതല്ല. അതിന് 5 കാരണങ്ങളുണ്ട്. മെഹുന ആരംഭിക്കലാമ. ഒന്നാമത്തെ കാര്യം, നാർസിസ്റ്റിന് അവരെ പറ്റി ഉള്ളിൽ വലിയ മതിപ്പൊന്നുമില്ല, ഒത്തിരി കോംപ്ലക്സ് ഒക്കെ ഉള്ളതാണ്. സോ അവർ കിടിലമാണെന്ന് ഡെയിലി അവർക്ക് കേട്ടോണ്ടിരിക്കണം. നീയുമായിട്ട് ബന്ധത്തിൽ കുറച്ച് കഴിയുമ്പോൾ നീ അവർക്ക് കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നതൊക്കെ നിർത്തും. സോ അത് തേടി അവർ പുറത്തു പോകും. 2, കുറ്റബോധം ഇല്ലായ്മയാണ്. അവരുടെ സന്തോഷത്തിനോട് എന്തും ചെയ്യാം. അവർ നിയമങ്ങൾ അതീതരാണ് എന്നൊരു ചിന്തയാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളില്. സോ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഒരു അഫയറിൽ വലിയ തെറ്റൊന്നും അവർക്ക് തോന്നില്ല. ഇനി അത് കണ്ടുപിടിച്ചാൽ തന്നെ നീയാണ് അതിന് കാരണമെന്ന് പറഞ്ഞ് നിന്നെ കുറ്റക്കാരനാക്കും. 3, റിലേഷൻഷിപ്പിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അറ്റൻഷനും കൺട്രോളും ഒക്കെ കുറയുന്നു എന്ന് തോന്നിക്കഴിയുമ്പോൾ അവർ മനഃപൂർവ്വം മൂന്നാമതൊരാളെ സീനിലേക്ക് കൊണ്ടുവരും. അത് നീ അറിയുകയും ചെയ്യും. പക്ഷെ അവർ ഇമോഷണലി അഡിക്റ്റ് ആയിട്ടുള്ള നിനക്ക് അവരെ വിട്ട് പോകാൻ പറ്റില്ല. സോ നീ അവർക്ക് കൂടുതൽ അറ്റൻഷൻ, സമയവും ഗിഫ്റ്റും എല്ലാം കൊടുക്കും, അവര് നിങ്ങളെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി. 4, ബോറടി മാറ്റാനായിട്ട് അവരെ എപ്പോഴും എന്തെങ്കിലും എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് ബോറടിക്കും. സോ ആ എക്സൈറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒരേ ബിരിയാണി 6 മാസം കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് മടുക്കും. പിന്നെ അവർ മസാല ദോശ തേടിപ്പോകും. 5, അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, അങ്ങോട്ടൊന്നും കൊടുക്കുകയില്ല. സോ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഇമോഷണൽ സപ്പോർട്ടോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നെഗറ്റീവ് ആണ്. സോ നിങ്ങളെ വിട്ട് അവരൊന്നും ഡിമാൻഡ് ചെയ്യാത്ത ഒരാളെ തപ്പിയെടുക്കും. ഇനി നിന്റെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാം. ബയോ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ശരിയാക്കാം.